അങ്ങനെ പിറ്റേന്ന് പ്രഭാതം പുലർച്ചെ തന്നെ ഞാൻ ബാക്കുവിൽ നിന്നും റൂം വെക്കേറ്റ് ചെയ്ത് ഇന്നത്തെ എൻ്റെ യാത്ര ദീർഘമായൊരു യാത്രയാണ്. പോകുന്നത് ഷഹദാഗ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. അത് അസർബൈജാനിലുള്ള ഒരു സ്ഥലമാണ്. അവിടേക്കുള്ള യാത്രയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഏകദേശം ബാക്കുവിൽ നിന്നും ഒരു 6 മണിക്കൂറോളം യാത്രയുണ്ട്. നമ്മൾ ബാക്കുവിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നീണ്ട പാതയിലൂടെ ഹൈവേയിലൂടെയാണ് നമ്മുടെ യാത്ര ഇനിയുണ്ടാവുക. ഷഹദാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപാലയെ കണ്ടപോലെ തന്നെ മഞ്ഞു മൂടിയ ഒരു മനോഹരമായ സ്ഥലമാണ്. എൻ്റെ ഈ യാത്രയിലെ രണ്ടാമത്തെ മഞ്ഞു മൂടിയ സ്ഥലം കൂടി കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. കപാല പോലെയല്ല ഷഹദാഗ്. ഷഹദാഗ് ഒന്നും കൂടി വലിയൊരു സ്ഥലമാണ്. അവിടെയും ആളുകൾ നിറയെ പോകുന്നുണ്ട്. സ്കീയിങ്ങിനും ഐസ് സ്കേറ്റിങ്ങിനും എല്ലാത്തിനുമായിട്ട് അവിടെ ആൾക്കാർ പോകുന്നുണ്ട്. ഷഹദാഗിൻ്റെ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് ബാക്കുവിലെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളെ പോലെയോ അല്ല. അവിടെ മൈനസിലേക്കാണ് വരിക. നല്ല തണുപ്പുള്ളൊരു സ്ഥലവുമാണ്, നല്ല തണുപ്പുള്ളൊരു സമയത്തുമാണ് ഞാൻ പോകുന്നത്. കാരണം എൻ്റെ യാത്ര ജനുവരി അവസാന സമയങ്ങളിലാണല്ലോ. നമ്മൾ വലതുഭാഗത്ത് കാണുന്നത് ശ്മശാനമാണ്. അതായത് പലരുടെയും ശവകുടീരങ്ങളും മറ്റുമാണ് വലതുഭാഗത്തുള്ളത്. ഇവിടെ നിന്നും ബാക്കുവിൽ നിന്നും ഷഹദാഗിലേക്ക് എത്തുന്ന ഈ 6 മണിക്കൂറിൻ്റെ ഉള്ളിൽ പല ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ ഈ വലതുഭാഗത്ത് കാണുന്നത് ഒരു മാനുഫാക്ചറിങ് കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റാണ്. അത് കഴിഞ്ഞ് ഇനി യാത്രയാകുമ്പോൾ വിജനമായ കുറേ സ്ഥലങ്ങൾ ഇങ്ങനെ കാണാം. ഇതെല്ലാം കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെയെല്ലാം ചെറിയ ചെറിയ വീടുകളും മറ്റുമെല്ലാം നമുക്ക് കാണാം. എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്ന വീടുകളും മറ്റും. കാണാൻ തന്നെ നല്ലൊരു കൗതുകം തോന്നുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷനാണ് ഇവിടെ എല്ലാ വീടുകളും ഉള്ളത്. ഇതെല്ലാം മുന്തിരിപ്പാടങ്ങളും ആപ്പിൾ മരങ്ങളും മറ്റുമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എന്നോട് നമ്മുടെ ഡ്രൈവർ പറഞ്ഞു, നമ്മളഥവാ അസർബൈജാനിലൂടെ ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ആണ് പോകുന്നതെങ്കിൽ ഇവിടെ ആപ്പിൾ മരങ്ങളെല്ലാം തളിർത്ത് ആപ്പിളുകളെല്ലാം കാണാമായിരുന്നു. വേണമെങ്കിൽ നമുക്ക് പോയി പറിച്ചെടുക്കുകയും ചെയ്യാം, ആരും ഒന്നും പറയില്ല. നിങ്ങളിനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ മെയ് അല്ലെങ്കിൽ ഏപ്രിൽ മാസങ്ങൾ വരൂ, നമുക്കതെല്ലാം കാണാമെന്നെല്ലാമാണ് ഡ്രൈവർ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷഹദാഗിലേക്ക് അടുക്കും തോറും നമ്മുടെ ഡ്രൈവർ പറയുന്നുണ്ട് ടെമ്പറേച്ചർ കുറഞ്ഞു. ഇപ്പോൾ മൈനസ് എത്തിയിട്ടില്ലെങ്കിലും 3ലേക്കും 2ലേക്കും ഒക്കെ ആയിട്ട് ടെമ്പറേച്ചർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഷഹദാഗിൻ്റെ വലിയ കവാടത്തിൻ്റെ ഉള്ളിലേക്ക്, ഇതാണ് അവിടുത്തെ വലിയ കവാടം, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, അത് കഴിക്കണം. ഏകദേശം ഷഹദാഗിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുന്നു. നിരവധി വീടുകളും മറ്റും എല്ലാം 2 സൈഡുകളിലും കാണാം. അങ്ങനെ ഞങ്ങൾ ഉച്ചഭക്ഷണത്തിനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. നേരെ കാണുന്നത് മരച്ചില്ലകളാണ്.
എല്ലാം ഇലപൊഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം ഇവിടെ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്പോട്ടാണ്. അവിടെ ചെറിയ ചെറിയ കിയോസ്കുകളും മറ്റുമുണ്ട്. ഇതാണ് എൻ്റെ ഉച്ചഭക്ഷണം. അദ്ദേഹത്തിൻ്റെ ഉച്ചഭക്ഷണമാണത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിച്ചു. നല്ല രുചികരമായ ഭക്ഷണം തന്നെയായിരുന്നു. അവിടുന്ന് ഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞാൻ അവിടെയൊക്കെ ചെറുതായി ചിത്രീകരിച്ചു. എല്ലാം വനനിബിഡമായൊരു സ്ഥലം. അവിടുന്ന് ഞാൻ ഇവിടെ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഉള്ള യാത്രയായി. ഇവിടെയൊന്നും ഒരു കടകളും മറ്റുമൊന്നും തുറന്നിട്ടില്ല. കാരണം ഇത് ശരിക്കും ടൗണിൽ നിന്നും കുറച്ച് ഒരു 2-3 കിലോമീറ്റർ പിന്നോട്ടാണ് നമ്മുടെ ഈ ഹോട്ടൽ. ഷേദാഗിൽ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ പേര് ഗോൾഡ് ഹോട്ടൽ എന്നാണ്. ഇവിടെയാണ് ഞാനിനി ഒരു 2 ദിവസം ഉണ്ടാവുക. ചെക്ക് ഇൻ ചെയ്ത് ഞാൻ റൂമിലേക്കുള്ള വഴിയിലാണ്. നമ്മുടെ റൂം തുറന്നു തരാൻ അവിടുന്ന് റൂം വന്നിട്ടുണ്ട്. ഇതാണ് ഞാൻ 2 ദിവസം താമസിക്കുന്ന റൂം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമാണ്.